ഞങ്ങളുടെ സഹോദര കേരളത്തിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 3 മാത്രമേ ഉള്ളൂ. സഭ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ പെടുന്നില്ല. കാരണം ഡയോസിസുകളുടെ ഇതായിട്ട് കിടക്കുന്നത് NSSും SNDPയും MESും. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം, ഏകദേശം അവരുടെ 3 ഇരട്ടിയാണ് MESൻ്റെ ബഡ്ജറ്റ്. പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് ഒരാൾ പറയണമെങ്കിൽ ഞങ്ങൾ വല്ലതും ചെയ്തിട്ട് വേണ്ടേ കിട്ടാനായിട്ട്. കാരണം എല്ലാവരും ഞങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കും, എയ്ഡഡ് സ്ഥാപനം കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇവിടെ സ്വയാശ്രയ മേഖല വന്നല്ലോ. സ്വയാശ്രയ മേഖല വന്നപ്പോൾ ശ്രീ AK ആൻ്റണി ആർക്കൊക്കെ വേണം നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അന്നൊന്നും തുടങ്ങിയില്ലല്ലോ. അന്ന് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒന്നും തുടങ്ങാൻ തയ്യാറാവാതെ പിന്നെ എയ്ഡഡ് കോളേജുകളുടെ കണക്കും കൂടെ ഞാൻ ശ്രീകണ്ഠൻ നായർക്ക് പറഞ്ഞുതരാം. ശ്രീകണ്ഠൻ നായർ നയിപ്പ്, സോറി, ശ്രീകണ്ഠൻ. അപ്പോൾ അല്ല, നായർ തന്നെ, എല്ലാവരും നായന്മാർ തന്നെ. അതല്ല, അവിടെയല്ല. അല്ല, ഞാനും ഒരു പ്രവൃത്തി കൊണ്ടൊരു നായരായിട്ട് കൂട്ടിക്കോ, കുഴപ്പമില്ല. അതായത് അപ്പോൾ ഇതല്ല, ഞാൻ ശംസുദ്ദീൻ ലുക്കിലെ നായറാണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ കണക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. NSSന് 22 കോളേജാണ്, SNDPക്ക് 14ആണ്, MESന് 7 ഉള്ളൂ. ആ 7 ഉള്ള MES കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് എവിടെ എത്തിയെന്ന് നോക്കുക നിങ്ങൾ. 7 കോളേജും 6-7 സ്കൂളും എയ്ഡഡ് സ്കൂളും മാത്രമുള്ള MESും ഇവരായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ ജില്ലയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോട്ടയത്തും ആലപ്പുഴയിലും ഒന്നും മുസ്ലിമുകളൊന്നും ഉണ്ടാവില്ല എന്നേ. അവരവിടെ ഉണ്ടായിട്ട് വേണ്ടേ, പിടിയിട്ടില്ലേ? അപ്പോൾ അവിടെ സ്ഥാപനമില്ല. അല്ല, അവിടെ പ്രതിനിധി ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. എല്ലാ സമുദായങ്ങളും നമ്മൾ മാന്യമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഇവിടെ LDF ആയാലും UDF ആയാലും നിൽക്കുന്നത്. ഏത് സ്ഥലത്ത് ആ സമുദായത്തിന് പ്രാമുഖ്യമുണ്ടോ അവർക്ക് ആ സീറ്റ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ ആംഗിൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഇന്നൊരു സ്ഥലത്ത് മുഴുവൻ അവരാണെന്ന് പറഞ്ഞാൽ മറ്റേ സ്ഥലത്ത് മുഴുവൻ മറ്റൊരാന്നേ. നീ ഒരു കണക്കും കൂടെ ശ്രീകണ്ഠനെ പറഞ്ഞുതരാം. കേരളത്തിലെ 105 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഹിന്ദു ഭൂരിപക്ഷമുണ്ട്. ഈ ചർച്ച നടക്കാൻ കൊണ്ടാണ് ഞാനതൊക്കെ പറയുന്നത്. പിന്നെ ആരെയാണ് പേടിക്കുന്നത്? ഇവിടെ വരുമ്പോൾ ഭയമാണെന്ന് പറയുന്നു ഒരാൾ. മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണെന്ന്. അതിൻ്റെ അർത്ഥം ഫസൽ ഗഫൂർ പുറത്തെങ്ങാനും പോയ ഫസൽ ഗഫൂറിന് ഭയം വരുമോ? അപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നതൊന്നും നമുക്ക് തലയിലേറ്റി കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിനെ എതിർക്കാതിരിക്കാനും പറ്റൂല. നിങ്ങൾക്ക് വേറെ കണക്ക് പറഞ്ഞുതരാം. 35 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കണമെന്നറിയോ? എറണാകുളം, കോട്ടയം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഹൈന്ദവരും മുസ്ലിമും ക്രിസ്ത്യാനി വോട്ടും കൂടെ ചേർന്നാൽ മാത്രമേ അവർ ജയിക്കുള്ളൂ. പിടിയിട്ടോ മാത്രം. അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഐക്യം ഉണ്ടായിക്കോട്ടെ എന്നേ. ഐക്യം ഏത് സംഘടനകൾ തമ്മിലുണ്ടായിക്കോട്ടെ. സമസ്തയും APയും EK ഉണ്ടായിക്കോട്ടെ, മുജാഹിദ് 3 ഉണ്ടായിക്കോട്ടെ, NSS SNDPയും കൂടെ തമ്മിലുണ്ടായിക്കോട്ടെ. നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ആ ഐക്യമുണ്ടാവുമ്പോൾ അത് മറ്റുള്ളവനെ അപരവൽക്കരിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പാടില്ല. അതോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട്, അത് വേണ്ട. കോൺഗ്രസ്സുകാർ തീരുമാനിച്ചോട്ടെ എന്ന് ആര് വേണമെന്നുള്ളത് വേണ്ടെന്ന്. ചിലപ്പോൾ കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് ശ്രീകണ്ഠൻ വന്നാലോ? എത്രയോ ചരിത്രമുണ്ട് MP മാർ വന്നിട്ടുള്ള ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയായിട്ടില്ലേ? അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്താണെന്നുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി തീരുമാനിക്കും. അതിലുമൊക്കെ മതസംഘടനകൾ കയറി ഇടപെടുന്നു. അതിൻ്റെ ആവശ്യം എന്താ? അല്ല, ഞാൻ ചരിത്രം പറഞ്ഞാണ്. ചരിത്രപരമായിട്ട് അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്. എത്ര MP മാർ വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, മതസംഘടനകൾ ഇതിലൊന്നും ഇടപെടണ്ട. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക. 10 കൊല്ലം 20 കൊല്ലമായിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു കോളേജ് ഉണ്ട്, അതിനെ എയ്ഡഡ് ആക്കിയില്ല എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് വേണ്ടേ? ഇവിടെ ഈ കോളേജുകളെല്ലാനും ഓട്ടോണോമസ് ആണ്. MESൻ്റെ മണ്ണാർക്കാട്, മമ്പാട്, മാറമ്പള്ളി, ഇപ്പോൾ പൊന്നാനി, ഒരു അപ്ലിക്കേഷൻ ഓട്ടോണോമസും കൊടുത്തിട്ട് വേണ്ടേ? ഒന്നും കൊടുക്കാതിരുന്നിട്ട് ഞാൻ മറ്റേ ഭാഷ നല്ലോണം അറിയുന്ന ആളാണ്. വർഗീയത വളർന്നു വരുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ ശ്രീകണ്ഠൻ, നമ്മുടെ IMA ഇലക്ഷനിൽ വർഗീയത ഉണ്ടോ? ഒരു വർഗീയതയില്ല. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ വന്നെത്താം. അതിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു ഡോക്ടർ പ്രദീപും ഒരു ഡോക്ടർ വിനയനും എന്നെ വിളിച്ചു പറയുന്നത് ഫസൽ പ്രസിഡൻ്റാണ്.
കേരള ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. ആ സമയത്ത് ചേംബർ ഇലക്ഷൻ നടക്കുമ്പോൾ എന്നെ എതിർത്തത് ഏറ്റവും അധികം ആരാ? സിയാദ് കോക്കർ. എന്നെ അനുകൂലിച്ചെന്ന് ആരാ? BJPയുടെ സുരേഷ്. അവർ നിങ്ങളെ മേനക സുരേഷ് എന്നാണ് വിളിക്കുന്നത്, ആ സുരേഷ്. അപ്പോൾ അവിടെ വർഗീയതയില്ല. KFAയുടെ പ്രസിഡന്റ് ഇപ്പോൾ ആരാ? നവാസ് മീരാൻ. എത്രയോ കാലം വ്യാപാര വ്യവസായി മുന്നോട്ട് കൊണ്ടുപോയി നടന്നിരുന്ന ആരാ? നസറുദ്ദീൻ. അപ്പോൾ ഈ ഇവിടുത്തെ ക്യാമ്പസുകളിൽ വർഗീയത ഉണ്ടോ? ഈ ഇത്ര വർഷമായിട്ട് MES നടത്തുന്നു, ഒരു വർഗീയമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് പോലും ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടില്ല, മിക്ക ക്യാമ്പസുകളിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ വർഗീയത എന്ന് പറയുന്ന സാധനം ഒരു കൂട്ടം ആൾക്കാർ ആളിക്കത്തിക്കാൻ നോക്കുമ്പോൾ മുഖ്യധാരാ കക്ഷികൾ ഇത് സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അവിടെ വിടുവായത്തരൊന്നും പറയാൻ പാടില്ല. പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കണക്കൊന്നും നോക്കാതെ എന്തെങ്കിലും ഒന്ന് തട്ടിവിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതിനെ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല മാതൃക ഏതാണെന്ന് വെച്ചാൽ MES ആണ്. 50% അധ്യാപകർ അമുസ്ലിമുകളാണ് MES-ൽ. ഏതെങ്കിലും, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു സംഘടന, മതസംഘടന, അവർക്കത് പറയാൻ പറ്റുമോ? അവർ മറ്റു മതത്തിൽപ്പെട്ടവർ എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ മാതിരിയുള്ള എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അപ്പം കേരളത്തിലെ വർഗീയത എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയമായിട്ട് ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. മറ്റതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഭൂരിപക്ഷത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആ മതത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആ ജാതിയിൽപ്പെട്ടവർ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു യൂസ്ലെസ് പെണ്ണ്, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ഒരു യൂസ്ലെസ് പെണ്ണ് ഒരു സെൽഫി എടുത്തിട്ട്, സെൽഫി അല്ല, ഒരു വീഡിയോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കാൻ നോക്കുകയും ഒരു യുവാവിൻ്റെ മരണത്തിന് കാരണമാക്കുകയും ചെയ്തു. അതിലെന്തിനാ വർഗീയത ആണെന്ന്? ഞാനല്ലേ പറയുന്നത് ഇവിടെ ഇരുന്നിട്ട് ഒരു യൂസ്ലെസ് പെണ്ണെന്നാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അതിൻ്റെ മതമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നമ്മൾ വർഗീയതയുടെ കണ്ണുകളോടെ കാണാൻ നോക്കുമ്പോൾ തർക്കങ്ങളുണ്ടെന്നേ, അഭിപ്രായ വ്യത്യാസമുണ്ട്. സംവരണത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ലല്ലോ, എത്ര വർഷങ്ങളായിട്ടുണ്ട് സംവരണത്തിൻ്റെ കാര്യത്തിൽ. അത് രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പുറപ്പെട്ട്, നായരും ഈഴവനും മുസ്ലിമും എല്ലാം കൂടെ ഒരുമിച്ച് പുറപ്പെട്ട്, ആദ്യം ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ബ്രാഹ്മണനെതിരായിട്ട്, പിന്നെ അത് നടന്ന ഒരു ടീം അങ്ങോട്ട് പുറത്തു വന്ന്, അപ്പോൾ അവർ സംവരണത്തിന് പുറത്തായി. അപ്പോൾ അടുത്ത് വേറെ ടീമും പുറത്തു വന്ന് പുറത്തായി. അപ്പോൾ അതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ന്യൂനപക്ഷ പദവിയെ പറ്റിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ആരാണ് 50-50 ആദ്യം സമ്മതിച്ചത്? MES ആണ് സമ്മതിച്ചത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ്, 50% സീറ്റ് നിങ്ങളെടുത്തോ, അല്ലേ? MES മാത്രമല്ല, ലീഗിൻ്റെ കുറേ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അവർ സമ്മതിച്ചു. നമ്മൾ കാര്യം പറയണമല്ലോ, ലീഗിൻ്റെ ഡയറക്റ്റ്ലി അല്ല, ലീഗിൻ്റെ ഡയറക്റ്റ്ലി നടത്തണം. നമ്മൾ സമ്മതിച്ചു. അതിൽ ദുഃഖം പുരണ്ടിട്ട് AK ആൻ്റണി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. AK ആൻ്റണി ഒന്ന് ഇറങ്ങിപ്പോകാൻ കാരണം 50-50 എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പോളിസി പൊളിഞ്ഞു പോയി. അത് കോടതി ഒളിച്ചതാണ്, കോടതി ഇടപെട്ടു. അപ്പോൾ വർഗീയത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം പെരുപ്പിച്ച് കാണിക്കാതെ നമ്മുടെയൊക്കെ ഉള്ളൊരു മാതൃകയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം.